നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഇവിടെ ദേവസ്വം വകുപ്പ് അടക്കം കൈകാര്യം ചെയ്തിരുന്ന കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ അഭിമാനത്തോടെ ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരൻ എന്ന് പറയാവുന്ന കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ആലത്തൂരിൽ നിന്ന് ജയിച്ചല്ല. ഇനി അദ്ദേഹം എം പിയാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഫയൽ ഒപ്പിട്ടിട്ടാണ് അദ്ദേഹം പോയത്. കോളനി, സങ്കേതം, ഊര് മുതലായ പദപ്രയോഗങ്ങൾ കൊണ്ട് ചിലരെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന രീതിയിൽ നിർത്തണ്ട എന്ന് കരുതിയിട്ട് ഇനി കോളനിയെന്നോ സങ്കേതമെന്നോ ഊരെന്നോ ഇനി കേരളത്തിൽ പറയാൻ പാടില്ല, നിരോധിച്ചു. അല്ലെങ്കിൽ അത് വാലിഡിറ്റി ഇല്ലാതാക്കി. അങ്ങനെ സർക്കാർ ഉത്തരവിറക്കാനുള്ള ഫയലിലാണ് അവസാനമായിട്ട് കെ രാധാകൃഷ്ണൻ ഒപ്പുവെച്ചത്. കോളനി, സങ്കേതം, ഊര് എന്നത് മേലിൽ അറിയപ്പെടുക നഗർ, ഉന്നതി, പ്രകൃതി എന്നീ പേരുകളോ പ്രാദേശികമായി താല്പര്യമുള്ള കാലാനുസൃതമുള്ള പേരുകളോ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വ്യക്തികളുടെ പേരുകൾ ഇത്തരം സ്ഥലങ്ങൾക്ക് പരമാവധി ഉപയോഗിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോളനി എന്ന് വിളിക്കുന്നത് താമസക്കാരിൽ അപമതിപ്പും അപകർഷതാബോധവും സൃഷ്ടിക്കും എന്നതിനാലാണ് പുതിയ ഉത്തരവിറക്കിയത്. ഞാനിപ്പോൾ മന്ത്രി രാധാകൃഷ്ണൻ ഇറക്കിയ അവസാനത്തെ ഫയലിൽ ഒപ്പിട്ടത് എന്താണ് പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ഏഷ്യാനെറ്റിൽ കാതോട് കാതോരം എന്ന് പറഞ്ഞൊരു സീരിയൽ പോകുന്നു. ആ സീരിയലിൽ കുറവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ കളിയാക്കുന്ന രീതിയിലുള്ള ചില സീനുകൾ വന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ പത്തനംതിട്ടയിൽ നിന്ന് രാജേഷ് ഗോപാലകൃഷ്ണൻ വിളിച്ചു. രാജേഷ് വളരെ പ്രയാസത്തോടെ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ, ഞാനൊരു കുറവ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞങ്ങൾ കുറവനും കുറത്തികളും ഒക്കെ ഇപ്പോഴും കറുത്ത പെയിൻ്റ് അടിച്ച് മുട്ടൂരുള്ള പാവാടയും ഇട്ട് കല്ലമാലയും ഇട്ട് നടക്കുന്ന ഒരു സംസ്കാരമുള്ളവരെന്നാണ് ഇപ്പോഴും ഈ സീരിയലൊക്കെ ചെയ്യുന്നവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങളെന്തായാലും നാളെ പത്തനംതിട്ടയിൽ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലേക്ക് ഞങ്ങളൊരു സമരം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഏഷ്യാനെറ്റ്, നിങ്ങൾ പത്തനംതിട്ട പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് ന്യൂസും രണ്ടാണ്. നിങ്ങളെന്തായാലും ഒരു കാര്യം ചെയ്യും, ഞാനൊരു ഉപദേശം തരാം. എന്താണ്? ഞാൻ പറഞ്ഞു, അവിടെ സീരിയലിൻ്റെ ചുമതലകൾ വഹിക്കുന്നത് ഇപ്പോൾ കലവൂർ രവികുമാർ എന്ന് പറഞ്ഞ വളരെ മാന്യനായ ഒരാളാണ്. നിങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് മേലിലെങ്കിലും ഇത്തരം സീനുകൾ, ഞങ്ങളുടെ സമുദായത്തെ അധിക്ഷേപിക്കുന്ന സീനുകൾ ഉണ്ടാവരുതെന്ന് പറയൂ. കർക്കശമായ നടപടി അദ്ദേഹം എടുക്കും എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് കുറവർ സമുദായത്തെ കളിയാക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കുറവർ സമുദായം സമര പരമ്പരകൾ നടത്താതെ തന്നെ കേസൊക്കെ കൊടുക്കാനൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് SC വിഭാഗത്തിലുള്ള തങ്ങളെ പൊതുസമൂഹത്തിൽ പരസ്യമായി കളിയാക്കുന്നു എന്നാണ് അവരുടെ പരാതി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ഈ 4 ജില്ലകളിൽ ഞങ്ങളുടെ സമുദായത്തിലെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പട്ടികജാതിയിൽ പുലയർ കഴിഞ്ഞാൽ ജനസംഖ്യയിൽ അടുത്ത് നിൽക്കുന്നത് കുറവർ സമുദായമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ വളരെ എന്താ പറയുക, നമ്മൾ ഈ ബോംബ് വെച്ചിട്ട് ഉറങ്ങുന്ന പോലെയാണ്. നമ്മുടെ ഈ ജാതിയുടെയും മതത്തിൻ്റെയും കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. നായര് പിടിച്ച പുലിവാല് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് പേരിട്ടതിൻ്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ പോസ്റ്ററുകളും നമ്മുടെ മന്ത്രി ഗണേശൻ്റെ അച്ഛൻ്റെ അച്ഛൻ ബാലകൃഷ്ണ സാറിൻ്റെ അച്ഛൻ കീഴിട്ട് രാമപിള്ള ആളെ വിട്ട് കേരളത്തിലെ മുഴുവൻ പോസ്റ്ററുകൾ കീറിയ ചരിത്രമുണ്ട്. പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന് പേരിടാൻ പോയപ്പോൾ അങ്ങനെ തട്ടാൻ എന്ന് പേരിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാനം പേര് മാറ്റി പൊന്മുട്ടയിടുന്ന താറാവാക്കി. ഒരുപാട് പ്രശ്നങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി വലിയ വിഷയമാവാൻ. അപ്പോൾ ഒരു സമുദായത്തെ അവഹേളിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കുറവ സമുദായം എന്ന് പറഞ്ഞാൽ അവർ കറുകറാന്ന് കരിക്കട്ട പോലെ ഇരിക്കുന്നു എന്നൊക്കെ ഈ കാലഘട്ടത്തിലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കലവൂർ രവികുമാർ തീർച്ചയായിട്ടും ഇതറിഞ്ഞാൽ അതിന് വേണ്ട നിർദ്ദേശം കൊടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാതോട് കാതോരം എന്ന് പറഞ്ഞ സീരിയലിലാണ് ഇതുള്ളത്. അതിൻ്റെ ഈ കുറവ സമുദായത്തിൽപ്പെട്ട ഒരാൾ പ്രതിഷേധിക്കുന്നത് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സീനിൻ്റെ കോപ്പി ഇതിൽ കാണിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം കോപ്പിറൈറ്റിൻ്റെയൊക്കെ പ്രശ്നം വരും. എന്തായാലും മേലിലെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നമസ്കാരം. തിരുവനന്തപുരത്തുകാർക്ക് അറിയാം, ജഗതി എന്ന് പറഞ്ഞാൽ ഒരു
സ്ഥലമാണെന്ന്, ഒരു സ്ഥലത്തിൻ്റെ നാമമാണ് ജഗതി എന്ന് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം. പക്ഷേ വടക്കൻ മലബാറിലെ ആൾക്കാർക്ക് ജഗതി എന്ന് പറഞ്ഞാൽ ജഗതി ശ്രീകുമാറിനെ അറിയാവൂ, ജഗതി എൻ കെ ആചാര്യയെ തന്നെ അറിയാമെന്ന് സംശയമാണ്. ജഗതി ആ 3 അക്ഷരം പറയുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. ചമ്മലിൻ്റെയും നർമ്മത്തിൻ്റെയും പൊട്ടിച്ചിരിയുടെയും ഒക്കെ മുഖമാണല്ലോ ജഗതി എന്ന് പറയുന്ന ജഗതി ശ്രീകുമാർ, എൻ്റെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടൻ. അദ്ദേഹത്തെ പ്രിയപ്പെട്ടവരെല്ലാം അമ്പിളി എന്നാണ് വിളിക്കാറ്, അദ്ദേഹത്തിൻ്റെ അച്ഛനടക്കം. ജീവിതയാത്രയിൽ കണ്ടുമുട്ടുന്ന പലരുടെയും മുഖങ്ങളെ മലയാളി താരതമ്യം ചെയ്യുന്നത് ജഗതി എന്ന മുഖവുമായിട്ടാണ്. ജഗതി ചെയ്യാത്ത വേഷങ്ങളില്ലല്ലോ. എനിക്ക് പി ജി വിശ്വംഭരൻ ചെയ്ത ഒരു പടത്തിലാണ്, അത് ഏത് പടമെന്ന് പറയാറില്ല, ഒരു തിര പിന്നെയും തിരയാണെന്ന് തോന്നുന്നു. ഈ ഭിക്ഷക്കാരെ ഓരോ സ്ഥലത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഭിക്ഷക്കാരിൽ നിന്ന് പൈസ വാങ്ങാൻ വരുന്ന മുതലാളി, ആദ്യം ഒരു സൈക്കിളിൽ വരും, പിന്നെ ഒരു സ്കൂട്ടറിൽ വരും, പിന്നെ കാറിൽ വരുന്ന വളർന്ന് കയറുന്ന ഭിക്ഷക്കാരുടെ നേതാവ് മുതലാളി, ഭിക്ഷക്കാരുടെ മുതലാളി. അമ്പിളിച്ചേട്ടൻ ചെയ്യാത്ത ഏത് വേഷമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയം പറയാൻ. ഏതാണ്ട് എല്ലാ വേഷങ്ങളും, ഇപ്പോൾ ഒരു പള്ളിയിൽ അച്ഛൻ തന്നെ എത്ര എണ്ണം ചെയ്തിരിക്കുന്നു, ഫ്രോഡായിട്ട് എത്ര പടത്തിൽ ചെയ്തിരിക്കുന്നു. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത മനുഷ്യനല്ലേ. റോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിഷ് തണ്ടുന്നവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിനിൽ തറ തൂത്ത് വന്നിട്ട് നമ്മളിന്ന് കാശ് ചോദിക്കുന്നില്ല, അവരൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്പിളിച്ചേട്ടനാണ് ഓർമ്മ വരുന്നത്. ഈ ഒരു തിര പിന്നെ തിര എന്ന് പറഞ്ഞ പടത്തിലെ ആ വേഷം. അതുപോലെ തന്നെ നമ്മുടെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഈ പിൻവാതിൽ നിയമനം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ ഈ ഫ്രോഡ് നേതാവായിട്ട് എനിക്ക് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാരിലാണെന്ന് തോന്നുന്നത്, അതാ നയം വ്യക്തമാകും, ഭൂമിയിലെ രാജാക്കന്മാർ. അതിൽ ജഗതി കാണിക്കുന്ന നമ്പറുകൾ നമ്മൾ എല്ലാവരും ഓർക്കുന്നതാണ്. അതുപോലെ തന്നെ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് റാപ്പ് മ്യൂസിക് ചെയ്യുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നല്ലോ. രാജസേനൻ്റെ ഒരു പടത്തിൽ ജഗതി ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. അത് വേണ്ട, ഇതെല്ലാം ഒഴിവാക്കിയാലേ ഞാനിപ്പോൾ ചാല വഴി പോവുകയാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളെ നാട്ടിൽ പവർ കട്ടില്ല. ചാല വഴി പോകുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ ഒരു പോർട്ടബിൾ ജനറേറ്റർ പുറത്തിരിക്കുന്ന കണ്ടാൽ എനിക്ക് അറിയാതെ ചിരി വരും, അല്ലെങ്കിൽ അമ്പിളിച്ചേട്ടനെ ഓർക്കും ഞാൻ. ഏതോ ഒരു പടത്തിൽ പവർ കട്ടില്ലാത്ത സമയത്ത് ഈ ജനറേറ്റർ പിന്നെ ആരും ശ്രദ്ധിക്കില്ല, പവർ കട്ട് വരുമ്പോഴാണല്ലോ ജനറേറ്ററിനെ ചിന്തിക്കുന്നത്. ഏതോ ഒരു പടത്തിൽ ഒരു ഓട്ടോറിക്ഷ കൊണ്ട് നിർത്തിയിട്ട് ഒരു കടയുടെ പുറത്തിരിക്കുന്ന ജനറേറ്റർ കൂളായിട്ട് തൂക്കിയെടുത്ത് ഓട്ടോറിക്ഷ വെച്ചോണ്ട് പോകുന്ന അമ്പിളിച്ചേട്ടനെ എനിക്ക് ഓർമ്മ വരും ചാല വഴി നടന്നു പോകുമ്പോൾ. ജഗതി ചേട്ടനെ ഓർക്കാത്ത ഒരു ദിവസവും എൻ്റെ ജീവിതത്തിലില്ല. നിങ്ങളും ജഗതി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാതെ ചിരിച്ചു പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ വളരെ സീരിയസ് ആയ മനുഷ്യനാണ് അമ്പിളിച്ചേട്ടൻ്റെ. തമാശകൾ ക്യാമറയുടെ മുന്നിൽ പറയാൻ പറ്റാത്ത 100 കണക്കിന് തമാശകൾ എനിക്കറിയാം അമ്പിളിച്ചേട്ടൻ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള. പാവം, ഏതൊരു സിനിമയിൽ പറഞ്ഞ കിടത്തി കളഞ്ഞില്ലേ, പാവം. കിലുക്കമെന്നോ മിന്നാരമെന്നോ യോദ്ധയെന്നോ പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന 3 പടത്തിൽ നായകൻ മോഹൻലാലാണ്. വേണമെങ്കിൽ മോഹൻലാലിനൊപ്പം ജഗതിയെന്നോ അല്ലെങ്കിൽ ജഗതി ചേട്ടനെ മാത്രമായിട്ട് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോയി. ഈ യോദ്ധ എന്നൊക്കെ കേട്ടാൽ നമ്മൾ എന്താണ് അമ്പിളിച്ചേട്ടൻ ആ പടത്തിൽ ചെയ്ത് കൂട്ടിയത്. അതുപോലെ ജോഷി സാറിൻ്റെ ഒരു സിനിമയുണ്ട്, സാഗ അപ്പച്ചൻ നിർമ്മിച്ച കർത്തവ്യം. കലു ഡെന്നീസായിരുന്നു സ്ക്രിപ്റ്റ്. അതിലെ മോഹനൻ എന്ന് പറഞ്ഞൊരു തയ്യക്കാരൻ്റെ വേഷം അമ്പിളിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ പടം ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരുമ്മ എന്നൊരു പടമുണ്ട്, അമ്മയ്ക്കൊരുമ്മ. രതീഷും സെറീന വഹാബും പ്രധാന വേഷം ചെയ്ത, അദ്ദേഹത്തിൻ്റെ മകൻ രാജകുമാരൻ തമ്പി വലിയ വേഷം ചെയ്ത അമ്മയ്ക്കൊരുമ്മ. അതിൽ രാമഭദ്രൻ IPS എന്ന് പറഞ്ഞിട്ട് സെറീന വഹാബിൻ്റെ സഹോദരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തല്ലിക്കൊല്ലാൻ തോന്നുന്നു നമുക്ക്. വളരെ സീരിയസ് ആയ വേഷമാണ്. അതുപോലെ തന്നെ വിജി തമ്പിയുടെ അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ എന്നൊരു പടമുണ്ട്. അതിലെ വലിയ പടത്തലവൻ അച്യുത കുറുപ്പ് എന്ന് പറഞ്ഞ വേഷം. ഈ 3 സിനിമകൾ മാത്രം ഓർത്താൽ മതി ജഗതി എന്ന ജഗതി ശ്രീകുമാറിൻ്റെ റേഞ്ച് അറിയാൻ. അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേരുണ്ട്. നമ്മൾ നല്ല എന്തെങ്കിലും ഒരു പായസം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഒരു വട വറുത്തെടുത്താൽ, അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചാലൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ചിലരുണ്ട് മണം അടിച്ചിട്ട്. അമ്പിളിച്ചേട്ടനെ ആ പടം ആരോഗ്യ ശ്രീമാൻ അപ്പോൾ എനിക്ക് ഓർമ്മ വരും. വർത്തമാനകാല മലയാള സിനിമയ്ക്ക് സംഭവിച്ച അപരിഹാര്യമായ നഷ്ടം എന്തെന്ന് ചോദിച്ചാൽ 2012 മാർച്ച് 11 കോഴിക്കോട് തേഞ്ഞിപ്പാലത്തെ പാണമ്പ്രാൻ വളവ് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായൊരു വളവുണ്ട്, പാണാമ്പ്രാൻ വളവ്. അവിടെ വെളുപ്പിന് സംഭവിച്ച കാർ ആക്സിഡൻറ്റിൽ ചിരിയുടെ തമ്പുരാനായ
ജഗദീഷ് ശിവകുമാർ എന്ന അമ്പിളിച്ചേട്ടനുണ്ടായ അപകടം എന്ന് ഞാൻ പറയും. മലയാള സിനിമയ്ക്ക് വർത്തമാനകാല മലയാള സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ ച്യുതിയുണ്ടായത് അമ്പിളിച്ചേട്ടനില്ലാത്ത കഴിഞ്ഞ ഏതാണ്ട് 13 വർഷമാണെന്ന് ഞാൻ പറയും. 50 വർഷത്തിനിടയിൽ 52 ജീവനുകളെടുത്ത ദേശീയപാത 17-ൽപ്പെട്ട NH-47 അല്ല 17 NH-17-ൽപ്പെട്ട പാണമ്പ്ര വളമ്പിൽ തിരുവമ്പാടി തമ്പാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെറ്റിൽ നിന്ന് എന്താ പറയുക, ലെനിൻ രാജേന്ദ്രൻ്റെ ഇടവപ്പാതി എന്ന് പറഞ്ഞ കൊടകിലെ സെറ്റിലേക്ക് കാറിൽ രാത്രി യാത്ര ചെയ്യുമ്പോൾ ജഗതിച്ചേട്ടൻ സഞ്ചരിച്ച ഇന്നോവ കാറ് ഡിവൈഡറിൽ ഇടിച്ച് കയറി ജഗതിച്ചേട്ടനും ഡ്രൈവർ അനിൽകുമാറിനും പരിക്കേറ്റതാണ്. തലയിലും നെഞ്ചിലും വയറിലും ഒക്കെ ഒടിവുകൾ സംഭവിച്ചു. കരളിനാണെങ്കിൽ മുറിവ് പറ്റി. അങ്ങനെയുള്ള ജഗതിച്ചേട്ടനെ കൊണ്ടുവന്ന് കോഴിക്കോട്ടെ മിംസ് എന്ന് പറഞ്ഞ ആശുപത്രിയിലും പിന്നെ വെല്ലൂരും ഒക്കെ കൊണ്ടുപോയി ചികിത്സിച്ച് രക്ഷപ്പെടുത്തി. അതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ ആശുപത്രി ചെന്നപ്പോൾ അപ്പോൾ അമ്പിളിച്ചേട്ടന് സെൽഫോണില്ലല്ലോ, അമ്പിളിച്ചേട്ടന് സെക്രട്ടറിമാരില്ല, മാനേജർമാരില്ല, ആരുമില്ല. ആക്സിഡൻറ്റ് പറ്റി ആശുപത്രി കൊണ്ട് ചെല്ലുമ്പോൾ വിളിച്ച് വിവരങ്ങൾ അറിയിക്കേണ്ട ഒരു നമ്പർ കാണാപ്പാടം ജഗതിച്ചേട്ടനാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷേ അപ്പോഴും ആരും ശ്രദ്ധിച്ച് കാണില്ല ഇത്രയും ഗുരുതരമാണ് ആക്സിഡൻറ്റ്. പിന്നെ കേൾക്കുന്നത് ഗുരുതരമായി ജീവനും മരണത്തിനുമിടയിൽ പോരാടുകയാണ് എന്നായിരുന്നു. വലതുവശം ഒരു വശം തളർന്നു പോയി, അദ്ദേഹത്തിൻ്റെ കൈയും കാലും, സംസാരശേഷി നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 12-13 വർഷമായി അദ്ദേഹം വലതുവശം ചലിക്കാതെ ആരെ കണ്ടാലും സുസ്മേരവതന ഒരു ചിരി ചിരിക്കുക, എല്ലാ അർത്ഥവുമുള്ള ഒരു ചിരി ചിരിക്കുക അല്ലാതെ സംസാരിക്കാൻ കഴിയില്ല. അപകടം നടന്ന് 11 വർഷത്തിന് ശേഷം ദേശീയപാത വികസനത്തിലൂടെ പാണമ്പ്രയിലുള്ള ആ വളവ് തീർത്തെടുത്തു. 50 വർഷക്കാലം തീർത്തെടുക്കാതെ പോയ ആ വളവ് ജഗദീഷ് ശിവകുമാർ എന്ന് പറഞ്ഞ മനുഷ്യനെ അല്ലെങ്കിൽ കലാകാരനെ കുരുതി കൊടുക്കേണ്ടി വന്നു. അത് നന്നാക്കാൻ അല്ലെങ്കിൽ ആ വളവ് നിർത്തിയെടുക്കാൻ എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം എന്ന് ഞാൻ പറയും. ഈ 12-13 വർഷത്തിനിടയിൽ അമ്പിളിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള എത്ര സിനിമകളുണ്ടായിരുന്നില്ലേ. ചിലപ്പം നമ്മുടെ മലയാള സിനിമയുടെ ഇപ്പം ഉണ്ടായ മാറ്റം പോലും ഉണ്ടാവാൻ സാധ്യത കുറവായിരുന്നു അമ്പിളിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ. അമ്പിളിച്ചേട്ടനുള്ള ഒരു പടത്തിൽ അമ്പിളിച്ചേട്ടൻ മോശമായിട്ടില്ലല്ലോ. സിനിമ മോശമായാലും അമ്പിളിച്ചേട്ടനെ ആരും കുറ്റം പറയില്ല. അത്രയും മിടുക്കനായ ആ മനുഷ്യനെ എന്താ പറയുക, ഒരു രാത്രിയുള്ള യാത്രക്കിടയിൽ ഇനി ഒരിക്കലും ക്യാമറയുടെ മുന്നിൽ വരാത്ത രീതിയിലാക്കി. പലരും പറയും വരും, ഇനിയും വരും എന്നൊക്കെ പറയും. എനിക്ക് വിശ്വാസമില്ല അമ്പിളിച്ചേട്ടൻ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നിനും പ്രതികരിക്കാൻ പറ്റാതെ, ഞാൻ ഈ ഇത്തവണത്തെ ഇലക്ഷൻ വിചാരിച്ചു അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ വോട്ട് ചെയ്യാൻ പതിവായിട്ട് MM ഹസൻ അദ്ദേഹത്തിൻ്റെ അയൽവാസി ആയതുകൊണ്ട് സ്ഥിരമായിട്ട് ഹസൻ്റെ കൂടെയൊക്കെ ആയിരുന്നു വോട്ട് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത്. ഇത്തവണ വോട്ട് ചെയ്യുന്ന പടം പത്രത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അമ്പിളിച്ചേട്ടൻ പോയില്ലാന്ന് തോന്നുന്നു, കൊണ്ടുപോയില്ലാന്ന് തോന്നുന്നു അദ്ദേഹത്തെ. ഞാനിപ്പോൾ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അമ്പിളിച്ചേട്ടനെ മാതൃഭൂമി വാരികയ്ക്കായി ഷംസുദ്ദീൻ കുട്ടോത്ത് എന്ന് പറഞ്ഞ ഒരാൾ വിശദമായൊരു അഭിമുഖം നടത്തി 2011. 2011 എന്ന് പറയുമ്പോൾ 13 വർഷം മുമ്പ്. അതേ ആക്സിഡൻറ്റ് പറ്റുന്നതിൻ്റെ തലേ വർഷം, പിറ്റേ വർഷമാണല്ലോ 2012 അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് പറ്റിയത്. 2011 മെയ് 22 ഇറങ്ങിയ മാതൃഭൂമിയുടെ 14 പേജുകളിലായിട്ടാണ് ആ ഇൻ്റർവ്യൂ അടിച്ചു വന്നത്. വളരെ വിശദമായ ഈ അഭിമുഖമായിരുന്നു, നല്ല അഭിമുഖമായിരുന്നു. കുട്ടോത്തിൻ്റെ ഈ പറയുന്ന ഷംസുദ്ദീൻ കുട്ടോത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ജഗദീഷ് ശിവകുമാർ നൽകിയ പല ഉത്തരങ്ങളിലും വരാനിരിക്കുന്ന ദുരന്തത്തിൻ്റെയോ സിനിമയിൽ നിന്നുള്ള റിട്ടയർമെൻറ്റിൻ്റെയോ ഒക്കെ ധ്വനികളുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തോ അദ്ദേഹം മനസ്സിലും മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് തോന്നുന്നു ആ അഭിമുഖം കണ്ടാൽ. അതാണ് ആ അഭിമുഖത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ആ അഭിമുഖം 2 എപ്പിസോഡുകളിലായി പ്രധാനപ്പെട്ട അതിലുള്ള പ്രധാന ചോദ്യങ്ങളും പ്രധാന ഉത്തരങ്ങളും 2 ഭാഗങ്ങളായി നമ്മൾ ഇതിലൂടെ പറയും. സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിലെടുത്തിട്ടുള്ളൂ. ബാക്കി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അച്ഛനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. സിനിമയെക്കുറിച്ച് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് 2 എപ്പിസോഡിലായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു സിനിമാ നടൻ എന്നതിനപ്പുറം ഒരു ഉൾക്കാഴ്ചയുള്ള മനുഷ്യസ്നേഹിയായ ഒരു കലാകാരൻ, കാര്യങ്ങൾ മടിയില്ലാതെ തുറന്നു പറയാൻ കഴിയുന്ന മനസ്സ്, അതിനുള്ളൊരു ആർജവമുണ്ട് അമ്പിളിച്ചേട്ടന്. അതുപോലെ എന്താ പറയുക, ഞാൻ അങ്ങനെയൊക്കെ സത്യസന്ധമായി ഏത് കാര്യവും നിങ്ങളാലോചിച്ച് നോക്കൂ. ഒരു പീഡന
കേസിലെ പ്രതിയായിട്ട് 17ാമത്തെ പ്രതിയായിട്ട് കോടതി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. തിരിച്ചിറങ്ങി വരുമ്പോൾ പത്രക്കാരുടെ 100 കണക്കിന് ക്യാമറകളുടെയും സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരുടെയും നടുവിലൂടെ ഒരു മടിയുമില്ലാതെ തല ഉയർത്തിപ്പിടിച്ചിറങ്ങി വന്ന ആളാണ് അമ്പിളിച്ചേട്ടൻ. അമ്പിളിച്ചേട്ടൻ അതിലൊന്നും യാതൊരു കുറ്റബോധമോ യാതൊരു പ്രയാസമോ ചമ്മലോ ഇല്ലാത്തൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ളൊരു ആർജവമുള്ളൊരു മനുഷ്യനെ, ഞാനൊരു ആർജവമുള്ള മനുഷ്യനാണ് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളിനെ നല്ല അഭിമുഖത്തിലൂടെ മാതൃഭൂമി പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഈ എപ്പിസോഡ് ഞായറാഴ്ച കാണാം. 2ാമത്തെ എപ്പിസോഡ് അതിൻ്റെ അവസാന ഭാഗം ബുധനാഴ്ച കാണാം. 2 ഭാഗവും കണ്ടാൽ നിങ്ങൾക്ക് അമ്പിളിച്ചേട്ടനൊരു നമസ്കാരം പറയണമെന്ന് തോന്നും. അത്രയും വിശദമായാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. ഷംസുദ്ദീൻ ചോദിക്കുന്നു, താങ്കൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. പണ്ടൊക്കെ നടീനടന്മാർ പറയും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. ദന്തഗോപുരവാസികളായിരുന്നല്ലോ ഒരു കാലത്ത്. ഇപ്പം സിനിമാക്കാർ അത്രയും പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും നമുക്ക് കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഷംസുദ്ദീൻ ചോദിച്ചു, താങ്കൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. പണ്ടൊക്കെ നടീനടന്മാർ പറയും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പം അമ്പിളിച്ചേട്ടൻ്റെ മറുപടി, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ പബ്ലിക് ബാറുകളിൽ കയറി മദ്യപിക്കാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അമൃത എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, പ്രശസ്തമായ നസീർ സാറൊക്കെ താമസിച്ചിരുന്ന ഹോട്ടൽ. ഇപ്പോൾ അത് പൊളിച്ച് പണിയാണെന്ന് തോന്നുന്നു. ഈ അമൃതയുടെ ബാറിൽ അമ്പിളിച്ചേട്ടൻ വന്നാൽ നിൽപ്പൻ എന്നാണ് പറഞ്ഞത്. 2 നിൽപ്പൻ എടുക്കാമെന്നാണ് പറഞ്ഞത്. അതായത് നിന്നുകൊണ്ടേ കഴിയുള്ളൂ, ഉടൻ പോകണം പുള്ളിക്ക്. അപ്പം നിൽപ്പൻ അടിക്കാനായിട്ട് അമൃത ബാറിൽ വന്നാൽ അവിടെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ പലതരത്തിൽ സമൂഹത്തിലുള്ള പലതരത്തിലുള്ള ആൾക്കാർ അവിടെ ഇരുന്ന് കഴിക്കുകയായിരിക്കും. അതിൽ ആരെയൊക്കെ പരിചയമുണ്ടോ അവരുടെയൊക്കെ പറയും വാങ്ങിച്ച് കഴിക്കടാ എന്ന് പറയും. അവരുടെ എല്ലാം കാശ് അമ്പിളിച്ചേട്ടൻ കൊടുക്കുമായിരുന്നു. ചില സിനിമാക്കാർ അവിടെ വെച്ചാണ് അമ്പിളിച്ചേട്ടനെ കാണുന്നത്. എന്നോട് അമ്പിളിച്ചേട്ടൻ പറഞ്ഞ ഒരു രസകരമായ കാര്യമുണ്ട്. യോദ്ധ എന്ന പടത്തിന് നാളെ നേപ്പാളിലേക്ക് പോവുകയാണ് അമ്പിളിച്ചേട്ടൻ. അപ്പോൾ ഇന്ന് ചിത്രാഞ്ജലിയിലോ എവിടെയോ ഡബ്ബിങ്ങിന് പോയിട്ട് ഈ അമൃത ബാറിൽ വന്നൊരു നിൽപ്പൻ അടിക്കുകയാണ് അമ്പിളിച്ചേട്ടൻ. നിൽപ്പൻ അടിക്കുമ്പോൾ സംവിധായകൻ കല്ലയം കൃഷ്ണദാസ് അമ്പിളിച്ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു. ആ കൃഷ്ണ എന്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ച്, അടിക്ക് ഒരു നിൽപ്പൻ അടിക്ക് കൃഷ്ണദാസേ എന്ന് പറഞ്ഞു. അപ്പോൾ നിൽപ്പൻ ഓർഡർ ചെയ്തിട്ട് നിൽക്കുമ്പോൾ കല്ലയം കൃഷ്ണദാസ് ഒരു പൊതിയെടുത്ത് രഹസ്യമായിട്ട് അമ്പിളിച്ചേട്ടൻ്റെ കൈ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിഞ്ഞ കളിയുടെ പൈസയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ കളിയുടെ പൈസ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പടത്തിൽ അഭിനയിച്ചതിൻ്റെ കാശാണ് കൊടുക്കണേ. കല്ലയം കൃഷ്ണദാസിനെയൊക്കെ പോലുള്ളവരോട് അമ്പിളിച്ചേട്ടൻ ഒരിക്കലും കാശിന് വേണ്ടി പിണങ്ങി, അമ്പിളിച്ചേട്ടൻ ആരോടും കാശിന് പിണങ്ങിയില്ല. അതാണ് രസം. എനിക്ക് ഇത്ര രൂപ കിട്ടണമെന്ന് പറയില്ല, വാശി പിടിക്കില്ല. ഏത് കാറ്റഗറിയിൽപ്പെട്ടവരുമായിട്ടും പൊരുത്തപ്പെട്ടു പോകുന്ന ആളാണ് അമ്പിളിച്ചേട്ടൻ. ആ പൊതി സന്തോഷപൂർവ്വം വാങ്ങിച്ചു. ഇന്നിവിടെ നിൽപ്പൻ അടിക്കുന്നതിൻ്റെ പൈസ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കല്ലയം കൃഷ്ണദാസ് ഒരു രഹസ്യം പറഞ്ഞു അമ്പിളിച്ചേട്ടനോട്. പിന്നെ എൻ്റെ പുതിയ കളി വരുന്ന 15-ാം തീയതി തുടങ്ങിയാണ്. ആണോ? എവിടെ? തിരുവനന്തപുരത്ത് തന്നെ. അപ്പോഴേ ഒരു 15-നും 25-നും ഇടയിൽ ഒരു 4 ദിവസം നമ്മളെ കളിക്ക് വരണം. അയ്യോ കൃഷ്ണ വരാൻ പറ്റില്ല. അതെന്ത്? ഞാൻ നാളെ നേപ്പാളിൽ പോവുകയാണ് യോദ്ധ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ മോഹൻലാലുമായിട്ട്, സംഗീത് ശിവൻ്റെ പടം. അപ്പോൾ 10-40 ദിവസം അവിടെ ആയിരിക്കും. സാഗയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാഗ പിക്ചേഴ്സാണ്, അറിയാമല്ലോ. അപ്പച്ചൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ആളല്ല. KR ഷൺമുഖമാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. 8 മുറി 2 ഒരു തരത്തിലും ഫുൾ ഡേറ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞേ വരാൻ പറ്റൂ. അപ്പോൾ ഒരു മടിയും ഇല്ലാതെ കല്ലയം കൃഷ്ണദാസ് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒരു 3 ദിവസം മുങ്ങി വരണം. അമ്പിളിച്ചേട്ടൻ എന്നോട് പറഞ്ഞത്, ദിനേശ് നേപ്പാളിൽ നിന്ന് 3 ദിവസം മുങ്ങി വരാൻ പറഞ്ഞ ആളാണ് കല്ലയം കൃഷ്ണദാസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൊടുത്ത പൊതി എന്ന് പറയുന്നത് 5000 രൂപ പോലും കാണില്ല. കഴിഞ്ഞ കളിയുടെ പൈസ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് 5000 പോലും കാണില്ല. അതുകൊണ്ടാണല്ലോ അവിടെ നിൽക്കുന്ന നിൽപ്പൻ അടിക്കുന്നവർക്ക് ചിലവാക്കാമെന്ന് പറഞ്ഞാൽ അമ്പിളിച്ചേട്ടൻ ചിലവാക്കി. അതാണ് അമ്പിളിച്ചേട്ടൻ. അങ്ങനെ ബാർ കയറി കഴിക്കാനൊന്നും യാതൊരു മടിയില്ലാത്ത ആളാണ്. അതുകൊണ്ട് അമ്പിളിച്ചേട്ടൻ പറയാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ പബ്ലിക് ബാറുകളിൽ പോയി മദ്യപിക്കാറുണ്ട്, റോഡുകളിൽ നടക്കാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്, ഞാൻ ജഗതി ജംഗ്ഷനിലും പേയാടി ജംഗ്ഷനിലും പോകാറുണ്ട്. ജനങ്ങളിൽ നിന്ന് നമ്മൾ എന്തിനാണ് മാറി നിൽക്കുന്നത് എന്നാണ് അമ്പിളിച്ചേട്ടൻ കൊടുത്ത ഉത്തരം. അപ്പോൾ വീണ്ടും ഷംസുദ്ദീൻ ചോദിക്കുന്നു, സിനിമയിലെ കാരവാൻ സംസ്കാരം സെറ്റിലെ സൗഹൃദത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാലാവസ്ഥ മാറ്റം കൊണ്ടാകും സ്വകാര്യതയ്ക്ക് വേണ്ടിയും ആവാം ചിലർ അത് കൊണ്ടു നടക്കുന്നത്. 13-12 വർഷം മുമ്പായതുകൊണ്ട് അന്ന് കാരവൻ വന്നു തുടങ്ങിയതേ ഉള്ളൂ. മമ്മൂട്ടിക്കോ മോഹൻലാലിനൊക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കാലാവസ്ഥ മാറ്റം കൊണ്ട് ഒക്കെ ആകും
സ്വകാര്യതയ്ക്ക് വേണ്ടിയും ആവാം ചിലർ അത് കൊണ്ട് നടക്കുന്നത്. എനിക്ക് സ്വകാര്യതയില്ല. അവിടെ ചെന്ന് മേക്കപ്പ് ചെയ്യുക, അഭിനയിക്കുക, അവിടെ ഇരിക്കുക എന്നല്ലാതെ ഒന്നുമില്ല. ഇടയ്ക്കൊന്ന് മൂത്രമൊഴിക്കാൻ എനിക്ക് സ്വകാര്യത വേണം. അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അത് പോരെ. അല്ല കാരവാനിലെ മൂത്രമൊഴിക്കുന്നത് വാശിയില്ല എന്നാണ് വിളിച്ചിട്ട് പറയുന്നത്. പിന്നെ ഈ ജോലി സ്ഥലത്ത് വെയിലത്ത് നിൽക്കേണ്ടതാണ്. സ്വകാര്യത വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. കാരണം വെയിലത്ത് നിൽക്കുമ്പോൾ ഷോട്ട് കഴിയുമ്പോൾ സ്വകാര്യത വേണം എന്ന് അവർ അങ്ങനെ വേണമെന്ന് ശടിക്കുന്നവർ ആയിക്കോട്ടെ, എനിക്ക് വേണ്ട എന്നാണ് വിളിച്ചേട്ടൻ പറയുന്നത്. അതിൻ്റെ ചിലവും അവരാണ് വഹിക്കുന്നത്. അതെനിക്കും ആവാം, എനിക്കതിലൊന്നും താല്പര്യമില്ല എന്നേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ സിനിമയിൽ വന്ന ആളായതുകൊണ്ടായിരിക്കാം. പക്ഷേ അഭിനയത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അമ്പിളിച്ചേട്ടൻ പറയുന്നുണ്ട്. ഇവനുണ്ടോ ഇവളുണ്ടോ എന്നാൽ ഈ പടം കാണാമെന്ന് ആരെങ്കിലും ഒരു പോസ്റ്റർ നോക്കിയിട്ട് അത് ശരി യവനുണ്ടോ അല്ലെങ്കിൽ ഇവളുണ്ടോ ഇതിൽ എന്ന് ഒരു വാശിയും പ്രേക്ഷകനില്ലാത്തവർ പോലും ഇപ്പോൾ ഈ പ്രസൻറ്റ് ടൈമിൽ കാരവാനും കൊണ്ട് നടക്കുന്ന കഥകൾ കേൾക്കുമ്പോൾ ഞാൻ പൊട്ടി ചിരിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഇപ്പോൾ ഇത്തിരി ഭേദപ്പെട്ട വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൊമേഡിയൻ, വെള്ളം അടിച്ചൊക്കെ നടക്കുന്ന കലാഭമണിയെ വെള്ളം അടുപ്പിച്ച് കുളമാക്കിയ ആളെന്ന് പറയുന്നു. അയാൾ പോലും ഇപ്പോൾ കാരവാനുമായിട്ടാണ് നടക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. ആലോചിച്ചോക്കെ നമ്മുടെ സിനിമ പോകുന്ന ഒരു പോക്കേ. അയാൾ കാരവാൻ കൊണ്ടാണ് വരുന്നതെന്ന്. അപ്പോൾ ആ കാരവാനിലെ ഡ്രൈവർക്കുള്ള പൈസ, ബാറ്റ, കാരവാനിൻ്റെ വാടക, കാരവാനിൽ അടിക്കുന്ന ഡീസലിൻ്റെ പൈസ എല്ലാം പ്രൊഡ്യൂസർ കൊടുക്കണം. എന്നാൽ ഇവനുണ്ട് എന്ന് കരുതി ഒരുത്തരും ഈ പോസ്റ്ററിൽ ഇവൻ ഉണ്ടാ കിടം എന്ന് പറഞ്ഞ് കാണൂല. പക്ഷേ ഇപ്പോൾ കാരവാൻ ഇല്ലാത്ത ഷൂട്ടിംഗ് ഇല്ല എന്നുള്ളതാണ്. ഷംസുദ്ദീൻ ചോദിക്കുന്നു, പഴയ തലമുറയിലെ നടന്മാർ പുതിയ നടന്മാരിൽ നിന്നും എങ്ങനെയാണ് വേറിട്ടിരുന്നത്? ഇപ്പോഴത്തേക്കാൾ സോഷ്യലായിരുന്നു എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. പക്ഷേ എണ്ണത്തിൽ കുറവല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഹീറോ, ഒരു ഹീറോയിൻ അല്ലെങ്കിൽ 2 ഹീറോയിൻ. ഇന്നിപ്പോൾ 200-ലധികം ഹീറോകളും അത്ര തന്നെ ഹീറോയിനുകളും ഇവിടെ ഉണ്ട്. പലരും തമ്മിൽ അറിയുന്നില്ല. പണ്ടൊക്കെ എല്ലാം സെറ്റിലല്ലേ, ഒരു പാട്ടോ മറ്റോ എടുക്കാൻ പുറത്തു പോയെന്ന് വരാം, ബാക്കി മുഴുവൻ ഈ കേരളത്തിലെ സെറ്റിൽ തന്നെ ചെയ്യുമായിരുന്നല്ലോ. ഇന്ന് എല്ലാം പുറത്താണ്. ജനത്തിന് ഡ്യൂപ്പ് എന്താണെന്നറിയാം, ഡിസോൾവ് എന്താണെന്നറിയാം, സ്ക്രീൻ പ്ലേ എന്താണെന്നറിയാം, സ്റ്റാർട്ട് കട്ട് എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാം, ആക്ഷൻ ഇതൊക്കെ എന്തിനാണെന്ന് ജനത്തിന് നന്നായിട്ടറിയാം. സിനിമയുടെ ടെക്നിക്കുകൾ പരസ്യമായി. അപ്പോൾ ത്രില്ല് കുറച്ച് കുറഞ്ഞു. സ്റ്റണ്ട് കാണുമ്പോൾ അയ്യോ എന്ന വികാരമില്ല എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. നിങ്ങൾ കണ്ടിരിക്കും, ഈ അടുത്ത കാലത്ത് മോഹൻലാൽ റോപ്പിൽ മോളിൽ നിന്ന് ചാടി വരുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ കിടക്കുമ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവും ഈ മോഹൻലാൽ ഇങ്ങനെ ചാടുന്നത് ആ കയറിൻ്റെ പിൻബലത്തിലാണ്, അത് ഗ്രാഫിക്സിൽ ആ കയറങ്ങ് മാച്ച് കളയും എന്ന് ജനത്തിന് മനസ്സിലാവും. സിനിമയുടെ ടെക്നിക്കുകൾ മുഴുവൻ ജനത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത് സ്റ്റണ്ട് കാണുമ്പോൾ അയ്യോ എന്നുള്ള ആ ഒരു വികാരം ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 100% ശരിയാണ്. ഒരു ഉദാഹരണം പറയാം. ഈ ഒരു കാലത്ത് ഷൊർണൂരിലായിരുന്നല്ലോ സിനിമയുടെ ഷൂട്ടിംഗ് മുഴുവൻ. അപ്പോൾ ഷൊർണൂരിൽ ആദ്യമൊന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ ആയപ്പോൾ ഷൊർണൂരിൽ ഷൂട്ട് നടന്നാൽ ഒരു കുഞ്ഞനും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായി. നമുക്ക് റോഡെ ക്രോസ് ചെയ്യാൻ ഒരു 2-3 പേരെ വേണമെന്ന് പറഞ്ഞ് ഷൊർണൂരുകാരെ വിളിച്ചാൽ പോടാ എന്നിട്ട് അവർ നിൽക്കിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പടത്തിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ ഒരു പുതിയ കന്യയ്യപ്പൻ, പുതിയ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആളൊതുക്കാൻ നിൽക്കുകയാണ് വഴിയിൽ. അപ്പോൾ റിഹേഴ്സൽ കഴിഞ്ഞ് ടേക്ക് എന്ന് പറഞ്ഞ് ക്യാമറ ഓടി തുടങ്ങിയപ്പോൾ റോഡിൻ്റെ മറുവശത്തൂടെ ഒരാൾ നടന്നു വരികയാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ വരരുതേ എന്നൊക്കെ വിളിക്കുകയാണ്. അയാൾ പുല്ല് പോലെ നടന്നെങ്കിൽ വന്നു. ഷോട്ട് കഴിഞ്ഞ് കട്ടായി. പക്ഷെ സംവിധായകൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ വഴക്ക് പറഞ്ഞില്ല. അപ്പോൾ ഈ സഹസംവിധായകനൊരു അത്ഭുതം തോന്നി, ഇയാൾ ഫ്രെയിമിൽ കൂടെയൊക്കെ നടന്നു വന്നിട്ട് എന്തുകൊണ്ട് സംവിധായകൻ വഴക്ക് പറഞ്ഞില്ല എന്ന്. അപ്പോൾ ഈ നടന്നു വന്ന ആൾ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയാനുള്ള, മോനെ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആവാൻ വരുമ്പോൾ ആദ്യം ചില്ല് എത്ര എന്ന് നീ പഠിക്കണം. ചില്ലെന്ന് പറഞ്ഞാൽ ലെൻസിനെ പറയുകയാണ്. ചില്ല് എത്ര ഇട്ടിരിക്കുന്നു വേണം ആദ്യം പഠിക്കാൻ കേട്ടോ. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ചില്ലറിയാം നിനക്ക് എത്രയാ അതാദ്യം പഠിക്കും. അപ്പോൾ ആ ചില്ലിനകത്ത് ഫ്രെയിം എത്ര വരും നിനക്ക് മനസ്സിലാക്കാമെന്ന് ഷൊർണൂരുകാരൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. നാടകത്തിലൂടെ വന്നതുകൊണ്ടാണോ ഇന്നും താങ്കൾ നാടക ട്രൂപ്പ് നടത്തുന്നത്? രംഗവേദിയോടുള്ള അഭിനിവേശം ഇപ്പോഴും ഉണ്ടോ എന്നായി ഷംസുദ്ദീൻ. ഇപ്പോൾ കലാനിലയത്തിൻ്റെ നാടക ട്രൂപ്പിൽ സ്ഥിരമായി കലാനിലയത്തിൻ്റെ നാടകങ്ങൾ, രക്തരക്ഷസ് പോലുള്ള നാടകങ്ങൾ എഴുതിയിരുന്ന ആൾ ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ ജഗതി NK ആചാര്യായിരുന്നു. ആ നാടക ട്രൂപ്പ് കലാനിലയം കൃഷ്ണനായരുടെ മകനും
ജഗദീഷ് ശിവകുമാറും കൂടി ചേർന്ന് കുറച്ചു കാലം നടത്തിയിരുന്നു ഈ ആക്സിഡൻ്റൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ്. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ട്രൂപ്പ് കോട്ടയത്തുണ്ട്, കലാനിലയം നാടക ട്രൂപ്പ് കോട്ടയത്തുണ്ട്. ഒരുപാട് നാടക നടന്മാർ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നു. നിങ്ങൾ നല്ലവണ്ണം നടത്തിക്കൊണ്ട് പോവുക എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാടകത്തിൻ്റെ ടിക്കറ്റ് റേറ്റ് വെച്ച് ഇതിൽ കൂടുതൽ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. നാടകത്തിൻ്റെ ടിക്കറ്റ് ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആധുനിക സജ്ജീകരണങ്ങൾ സ്റ്റേജിൽ കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് ടിക്കറ്റ് റേറ്റ് കൂട്ടണം. മാജിക് ലാൻറ്റേണൊക്കെ കൊണ്ടുവരാം. 8-10 ലക്ഷം രൂപ അതിന് വിലയുള്ള സാധനമാണ്. അതൊക്കെ കൊണ്ടുവച്ചാൽ സാധാരണക്കാരുടെ അടുത്ത് നിന്ന് എന്നാണ് അത് മുതലാകുക? പരമാവധി 100 രൂപയെ ചുമത്താൻ പാടുള്ളൂ. ഒരു നാടകം കാണാൻ 100 രൂപയെ വാങ്ങാവൂ എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. വിദേശത്തൊക്കെ ഒരു നാടക ടിക്കറ്റിന് 1000-1500 രൂപയാണ്. അത്രയും എക്യുപ്മെൻറ്റ് അവർ തിയേറ്ററിൽ ഉപയോഗിക്കുന്നു. 2000-3000 രൂപയുടെ ടിക്കറ്റുണ്ട്. 6 മാസം മുമ്പ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടില്ല. അത്ഭുതങ്ങളാണെങ്കിൽ സ്റ്റേജിൽ കാണിക്കുന്നത്, അവർ കാണിക്കുന്ന എല്ലാ അത്ഭുതങ്ങളാണ്. അതിന് തക്ക മെറ്റീരിയൽസും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഉള്ള കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റേജ്, അതാണ് വിദേശത്തുള്ള എല്ലാ നാടകങ്ങളും എന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിൽ ഒരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. അങ്ങനെ സമൂഹം മുഴുവൻ നാടകത്തിൻ്റെ നേർക്ക് തിരിയുന്ന പക്ഷം നമുക്കതേപ്പറ്റി ആലോചിക്കാം. അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നാടകത്തിന് പറ്റില്ല. അല്ല, നാടകം കൃത്യമായി ഞങ്ങൾ കണ്ടിരിക്കുമെന്ന് മലയാളി തീരുമാനിച്ചാൽ എത്ര രൂപ വേണമെങ്കിലും മുടക്കാം എന്നാണ് അന്ന് അമ്പിളിച്ചേട്ടൻ പറഞ്ഞത്. ഇനി നാടകത്തിൽ അഭിനയിക്കുമോ എന്നായി ഷംസുദ്ദീൻ? തീർച്ചയായും അഭിനയിക്കും. സിനിമയിൽ തിരക്കുള്ളത് കൊണ്ടാണ് നാടകത്തിൽ അഭിനയിക്കാത്തത്. സിനിമയില്ലെങ്കിൽ നാടകം ചെയ്യും. എന്നെക്കൊണ്ട് വേറൊരു പണിക്കും കൊള്ളില്ല. ഒന്നുകിൽ നാടകം നിർമ്മിക്കുക, സംവിധാനം ചെയ്യുക, അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുക, സംവിധാനം ചെയ്യുക. ഇതൊക്കെ ഉള്ളൂ ഇനിയുള്ള പണി എന്നാണ് അമ്പിളിച്ചേട്ടൻ പറഞ്ഞത്. കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷണമുള്ള വ്യക്തിയാണല്ലോ താങ്കൾ. വായനയിലും സജീവമാണ്. ഇതിന് എപ്പോഴാണ് സമയം കണ്ടെത്തുന്നത് എന്നായി ഷംസുദ്ദീൻ? യാത്രകളിൽ മാത്രമേ എനിക്ക് വായിക്കാൻ സമയം കിട്ടാറുള്ളൂ. കഥാപാത്രത്തെ വിജയിപ്പിക്കുന്നതിനും മറ്റും വായന അനിവാര്യമാണ്. ഇന്നത്തെ നടീനടന്മാർ അണ്ടർലൈനിട്ട് കേൾക്കുക. കഥാപാത്രത്തെ വിജയിപ്പിക്കുന്നതിനും മറ്റും വായന അനിവാര്യമാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല, മറ്റെല്ലാ മേഖലയിലും ഇത് ബാധകമാണ്. ഷേക്സ്പിയറുടെ നാടകങ്ങളോ മഹാഭാരതമോ വായിച്ചാൽ മതി ഒരു നടന് മനുഷ്യൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും മനസ്സിലാക്കാൻ. കാലിക പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷം കിട്ടിയാൽ എനിക്ക് നന്നായി ചെയ്യാൻ കഴിയും. കാരണം ഈ പരന്ന വായന ഉള്ളതുകൊണ്ടാണ്. അതേ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യം. ഇപ്പോൾ PC ജോർജ്, അദ്ദേഹത്തിൻ്റെ അളിയൻ എന്ന് പറയും. ഇപ്പോൾ PC ജോർജ് ഇന്നെന്ത് പറയുന്നു, BJPയുടെ K സുരേന്ദ്രൻ എന്ത് പറയുന്നു, MM മണി ആശാൻ എന്ത് പറയുന്നു എന്നുള്ള തീർച്ചയായിട്ടും അന്നെന്നുള്ള അറിഞ്ഞിരിക്കണം. എങ്കിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ്റെ കാലിക പ്രസക്തിയുള്ളൊരു വേഷം വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. കാരണം കാലിക രാഷ്ട്രീയത്തെയും നേതാക്കളെയും ഞാൻ സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട്. അത് സമ്മതിക്കണം അമ്പിളിച്ചേട്ടൻ. ഇപ്പോൾ കാവടിയാട്ടം എന്ന് പറഞ്ഞ് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത പടത്തിൽ അമ്പിളിച്ചേട്ടൻ ഒരു തരികിട വേലപ്പൻ എന്ന് പറഞ്ഞൊരു വേഷം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ബ്രീഫ് കേസും തൂക്കിയാണ് വരാറ്. കറുത്ത കണ്ണടയൊക്കെ വെച്ച് ഏതോ ഗൾഫിൽ നിന്നൊക്കെ വരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ ജാടയിലാണ് വരുന്നത്. റോഡിൽ ബ്രേസിയറും അണ്ടർവെയറൊക്കെ വിൽപ്പനയാണ് പ്രധാന പണി. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നാട്ടിൽ നടന്നു വരുമ്പോൾ എതിർവശത്തുകൂടി ഏതെങ്കിലും ഒരു പരിചയക്കാരൻ വരികയാണെങ്കിൽ പുള്ളി ഒന്ന് ഇങ്ങനെ ചരിയും. അപ്പോൾ സംവിധായകൻ അനിയനോട് ചോദിച്ചു, ഞാൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. പിന്നെന്ത് എന്ന് പറഞ്ഞു. അമ്പിളിച്ചേട്ടൻ നടന്ന് കാണിച്ചു തന്നു. കാണിച്ചു തന്നെന്ന് മാത്രമല്ല, ഷോട്ട് കഴിഞ്ഞപ്പോൾ അമ്പിളിച്ചേട്ടൻ രഹസ്യമായി പറയുകയാണ്, ഞാനിത് ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്തതെന്ന് ദിനേശൻ അറിയോ എന്ന് ചോദിച്ചു. അദ്ദേഹം ആളിൻ്റെ പേര് പറഞ്ഞു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു എഡിറ്റർ, സിനിമയൊക്കെ നിർമ്മിച്ചിരുന്ന ഒരു എഡിറ്ററെയാണ് അദ്ദേഹം അനുകരിച്ചത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ 100 പ്രാവശ്യം കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് നടക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മര്യാദയ്ക്ക് നടന്നു പോകും, ആരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് നടക്കും. അത്രയും ഗ്രാസ്പിംഗ് പവറുള്ള ഒരു നടനാണ് അമ്പിളിച്ചേട്ടൻ. 15 വർഷം മുമ്പുള്ള രാഷ്ട്രീയക്കാരനിൽ നിന്നും പുതിയ രാഷ്ട്രീയക്കാരുടെ മാനറിസങ്ങൾ മാറിയിട്ടുണ്ട്. TV പോലുള്ള മാധ്യമങ്ങൾ വന്നതോടെയാണ് ഇത്തരം പ്രകടമായ മാറ്റമുണ്ടായത്. അതിനാൽ
ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചാലേ അവരെ വിജയകരമായി അവതരിപ്പിക്കാൻ പറ്റൂ. ഇപ്പം നയം വ്യക്തമാക്കുന്നതല്ലെന്നാണ് ഭൂമിയിലെ രാജാക്കന്മാർ. അതിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയൊക്കെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിലെ ഫോൺ എടുത്ത് വെച്ചിട്ട് SP എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം സംസാരിക്കുന്ന സീനൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഏതൊക്കെ രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടതായി തോന്നും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചില ചലച്ചിത്ര താരങ്ങളും പ്രവർത്തകരും വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ചില സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരുന്നു. താങ്കളെ ഒരിടത്തും കണ്ടില്ലല്ലോ എന്നായി ഷംസുദ്ദീൻ. വ്യക്തിബന്ധത്തിൻ്റെ പേരിലാണോ രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടത്? അല്ല എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. LDFിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിണറായി സാറിനെ നന്നായി അറിയാം. ബിനോയ് വിശ്വം എൻ്റെ സുഹൃത്താണ്. MM ഹസൻ എൻ്റെ അയൽവാസിയാണ്. TM ജേക്കബ് എൻ്റെ സഹപാഠിയാണ്. ശിവൻകുട്ടിയും ശിവകുമാറും സ്ഥലവാസികളാണ്. പക്ഷേ എൻ്റെ സംശയം അതല്ല. ഒരു സിനിമാക്കാരൻ്റെ പറച്ചിൽ വേണോ രാഷ്ട്രീയക്കാരന് വോട്ട് കിട്ടാൻ? മുണ്ടിലും സോപ്പിലുമൊക്കെ പോരെ നടൻ്റെ പറച്ചിൽ എന്നാണ്. അതായത് പരസ്യത്തിൽ മാത്രം അഭിനയിച്ചാൽ പോരെ എന്നാണ് അമ്പിളിച്ചേട്ടൻ ചോദിക്കുന്നത്. എന്നാൽ ജനങ്ങൾക്കിടയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകന്, ജനമനസ്സിൽ സ്ഥാനം നേടിയ ഒരാൾക്ക് ഒരു സിനിമാ നടൻ്റെ ആവശ്യകത എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വോട്ട് ചെയ്താൽ പോരെ? മുൻപ് നടൻ മുരളിയും മറ്റുമൊക്കെയായിരുന്നു സിനിമയിലെ രാഷ്ട്രീയക്കാർ. കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ രാഷ്ട്രീയക്കാരായിരുന്നു അവരൊക്കെ. മുരളി അടക്കമുള്ളവർ രാഷ്ട്രീയക്കാരായിരുന്നു പഠിക്കുന്ന കാലത്തെ. അവർ സിനിമയിൽ വന്നപ്പോഴും രാഷ്ട്രീയക്കാരായി. അവരെ മാറ്റി നിർത്തിയാണ് അമ്പിളിച്ചേട്ടൻ സംസാരിക്കുന്നത്. കലാകാരൻ സമൂഹത്തിൻ്റെ സ്വത്താണ്. കലാകാരന് വോട്ട് രേഖപ്പെടുത്താം. അവർ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ നിൽക്കേണ്ടവനാണ്. അവൻ്റെ ജോലി അതാണ്. സമൂഹത്തിലെ വിവിധ ജാതി മതസ്ഥരെയും വിവിധ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരെയും രസിപ്പിക്കുന്നതാണ് അവൻ്റെ കടമ. അതിന് നിർമ്മാതാവിൻ്റെ അടുക്കൽ നിന്ന് കാശ് വാങ്ങുന്നത് അവൻ്റെ പൗരധർമ്മമാണ്. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അനിവാര്യമാണ്. അത് കടമയാണ്. ഭരിക്കപ്പെടാൻ അഭിനയിക്കാൻ അറിയാവുന്നവർ അത് ചെയ്യട്ടെ. ഭരിക്കപ്പെടാൻ ആ കടമ ചെയ്യണം. പക്ഷേ അഭിനയിക്കാൻ അറിയുന്നവർ അഭിനയിച്ചാൽ മതി എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. ഒരു ഇലക്ഷന് പോലും വോട്ട് പാഴാക്കാത്ത ആളായിരുന്നു അദ്ദേഹം. അത് കൃത്യമായിട്ട് വന്ന് വോട്ട് ചെയ്യുമായിരുന്നു. ഭാര്യയുമായിട്ട് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യുമായിരുന്നു. ക്യൂ നിന്ന് വോട്ട് ചെയ്യുമായിരുന്നു. ഭരണകർത്താക്കളോട് എനിക്കതേ പറയാനുള്ളൂ. നല്ല ഭരണാധികാരികളാണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കുക. അത് ഭരണാധികാരികൾ, രാഷ്ട്രീയക്കാരത് ചെയ്യട്ടെ എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. അഭിനേതാക്കൾ നന്നായി അഭിനയിക്കുക. എല്ലാവരും യോജിക്കണമെന്നില്ലെങ്കിലും എൻ്റെ വിശ്വാസവും ചിന്തയും ഇതാണ്. എൻ്റെ ജീവിതം ഇതാണ്. അതിലെന്നും ഞാൻ ഉറച്ചു നിൽക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ജഗതി എന്ന നടനെയും മനുഷ്യനെയും എങ്ങനെ വിലയിരുത്തുന്നു എന്നായി ഷംസുദ്ദീൻ. ഇത്രയും കാലം മലയാള സിനിമയിൽ തുടരുവാനും മേക്കപ്പെടാൻ കഴിഞ്ഞതിലും അതിന് അവസരമൊരുക്കിയ പ്രേക്ഷകരോടും നന്ദിയുണ്ട്. അംഗീകാരങ്ങളൊക്കെ ലഭിക്കാത്തതിൽ പരിഭവമോ ദുഃഖമോ ഇല്ല. പിന്നെ കുറച്ച് നല്ല സുഹൃത്തുക്കളെ ജീവിതത്തിൽ സമ്പാദിച്ചു. നിങ്ങളാലോചിച്ച് നോക്കൂ, അമ്പിളിച്ചേട്ടനൊരു പത്മശ്രീ കിട്ടിയിട്ടില്ല. ഇവിടെ ഏതെല്ലാം ഓച്ചന്മാർക്ക് പത്മശ്രീ കിട്ടിയില്ലേ? അമ്പിളിച്ചേട്ടൻ മികച്ച നടനായിട്ടില്ല. ഒരു നല്ല ഭേദപ്പെട്ട ഒരു അവാർഡും അമ്പിളിച്ചേട്ടന് കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത്, എനിക്ക് ജീവിതത്തിൽ കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടി, അംഗീകാരമൊക്കെ ലഭിക്കാത്തതിൽ പരിഭവമോ ദുഃഖമോ അദ്ദേഹത്തിനില്ല. എൻ്റെ സുഹൃത്തുക്കളെല്ലാം സമൂഹത്തിൽ വിവിധ തട്ടിലുള്ളവരാണ്. എന്നോടൊപ്പം പഠിച്ചിരുന്നവർ രാഷ്ട്രീയത്തിലുണ്ട്, എന്നോടൊപ്പം പഠിച്ചിരുന്നവർ ബിസിനസ്സിലുണ്ട്, ക്ലേശകരമായി ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ എന്നും എപ്പോഴും എവിടെയും ഞാൻ സമ്പർക്കം പുലർത്താറുണ്ട് അവരോടൊക്കെ. അതായത് താഴെത്തട്ടിലെന്ന് പറഞ്ഞാൽ വല്ല ഓട്ടോറിക്ഷ ഓടിക്കുകയോ കൊത്തപ്പണി ചെയ്യുന്നവരൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, നല്ല ബിസിനസ്സുകാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കല്യാണങ്ങൾക്കും മരണങ്ങൾക്കും ഞാൻ പോകാറുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് എന്ന് അമ്പിളിച്ചേട്ടൻ പറയുമ്പോൾ, ഈ എന്താ പറയുക, ക്യാമറയുടെ ഭാരം ഇല്ലാത്ത ചുരുക്കം നടന്മാരിലൊരാളാണ്. അതായത് ഒരു കാവി ജുബ്ബയും ഒരു കാവി ലുങ്കിയും കൊടുത്ത് എവിടെ വേണമെങ്കിലും പോകാൻ ഒരു മടിയില്ലാത്ത ആളാണ് അദ്ദേഹം. അല്ലാതെ പ്രഗത്ഭനായ ഒരു നിർമ്മാതാവാണ്, അതുകൊണ്ട് ആ കല്യാണത്തിന് പോയേ തീരൂ എന്ന് എനിക്ക് വാശിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ വലിയവൻ്റെ കല്യാണത്തിന് പോകണമെന്നൊന്നും എനിക്കില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ
എനിക്ക് പരിചയമുള്ള രാഷ്ട്രീയക്കാരൻ്റെയും എനിക്ക് പരിചയമുള്ള സഹപ്രവർത്തകരുടെയും എനിക്ക് പരിചയമുള്ള താഴെ തട്ടിലുള്ളവരുടെയൊക്കെ കല്യാണത്തിന് വിളിച്ചാൽ അല്ലെങ്കിൽ മരണം അറിഞ്ഞാൽ അവിടെയൊക്കെ പോകുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഒരു വലിയ നിർമ്മാതാവിൻ്റെ മോളെ കല്യാണമാണെന്ന് പറഞ്ഞ് പോകണമെന്ന് നിർബന്ധമില്ല എന്നാണ് ജ്യോതിച്ചേട്ടൻ പറയുന്നത്. 2 സിനിമകൾക്ക് കഥയും തിരക്കഥയും എഴുതിയിരുന്നല്ലോ, ഇനിയൊരു തിരക്കഥ പ്രതീക്ഷിക്കാമോ എന്നായി ഷംസുദ്ദീൻ. വിറ്റ്നസിൻ്റെ കഥ ഞാൻ എഴുതിയതാണ്. ചാമ്പ്യൻ തോമസിൻ്റെ കഥ ഞാൻ എഴുതി, അതിൻ്റെ തിരക്കഥയും ഞാൻ തന്നെ എഴുതി. കല്യാണ ഉണ്ണികൾ, അന്നക്കുട്ടി കോടമ്പക്കം വിളിക്കുന്നു എന്നിവ ഞാൻ സംവിധാനം ചെയ്തു. പക്ഷേ അതൊക്കെ തുടക്കകാലത്താണ്. ഇപ്പോൾ സമയമില്ല, എഴുതാൻ മടിയാണ്. ഇനി സിനിമ സംവിധാനം ചെയ്യണം. റൈറ്ററുടെ മനസ്സിന് നല്ല ക്ഷമ വേണം. നടനേക്കാൾ എത്രയോ മേലെയാണ് റൈറ്ററുടെ സ്ഥാനം. എഴുത്തുകാരനിലൂടെയാണല്ലോ ഒരു നടൻ ജനിക്കുന്നത്. അല്ലാതെ എനിക്ക് കൊമ്പുണ്ട് എന്ന് അമ്പിളിച്ചേട്ടൻ പറയുന്നില്ല. ഒരു നടനേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് ഒരു റൈറ്ററുടെ സ്ഥാനമെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്നുണ്ടല്ലോ. വിശ്വാസം താങ്കളുടെ നടനെ എത്രത്തോളം പവിത്രീകരിക്കുന്നു. സ്വന്തം ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ ഇത്തരം യാത്രകൾ ഗുണം ചെയ്യാറുണ്ടോ എന്നായി ഷംസുദ്ദീൻ. നടൻ്റെ ഉപകരണമാണ് ശരീരം. അത് പവിത്രമായി സൂക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പലരും പലതരത്തിലാണ് ശരീരം സൂക്ഷിക്കാറ്. ഞാൻ അമിതമായി ഭക്ഷണം കഴിക്കാറില്ല. സമയം കിട്ടുമ്പോഴൊക്കെ വ്യായാമം ചെയ്യും. എല്ലാ വർഷവും 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകും. അന്ധവിശ്വാസിയല്ല, ശരീരശുദ്ധിക്കാണ് ശബരിമല ദർശനം. സസ്യാഹാരം, മദ്യമില്ല. അങ്ങനെ 41 ദിവസം, 365 ദിവസങ്ങളിൽ 41 ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ക്യാമറയ്ക്ക് മുന്നിലാണല്ലോ എൻ്റെ നിൽപ്പ്. വ്യത്യസ്ത സ്ഥലങ്ങളിലെ വ്യത്യസ്ത തരം ഭക്ഷണം, സമയം തെറ്റിയുള്ള ഉറക്കം, ഇങ്ങനെ ക്രമം തെറ്റിയുള്ള ജീവിതത്തിൽ നിന്നുള്ള മാറ്റമാണ് എൻ്റെ വ്രതകാലം. 41 ദിവസത്തെ വ്രതം എടുക്കുന്നത് അതിനു വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ മോക്ഷത്തിനോ പടങ്ങൾ കിട്ടാനോ ലോട്ടറി അടിക്കാനോ ഒന്നുമല്ല ഞാൻ വ്രതമെടുക്കുന്നതും ശബരിമലയിൽ പോകുന്നതും. ശബരിമല കയറി ഇറങ്ങുമ്പോഴേക്കും നമ്മൾ ഫ്രഷാകും. അതിനു വേണ്ടിയാണ് ആരാധനകൾ. അതുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങൾ പൊക്കത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്, അതിൽ ഞാൻ ആദ്യമായിട്ട് അത് അങ്ങനെ ചിന്തിച്ചത്. അമ്പിളിച്ചേട്ടൻ പറയുന്നത് ശബരിമല പോലുള്ള പുണ്യസ്ഥലങ്ങൾ ഇത്രയും ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് മനസ്സ് സ്വസ്ഥമാക്കാനും അവിടെ പോയി ഇറങ്ങി വരുമ്പോഴേക്കും നമ്മൾ മനസ്സൊന്ന് ഫ്രഷ് ആവാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ബുദ്ധിമുട്ടി വരിക എന്നതാണ് ഉദ്ദേശം. നഗ്നപാതനായി നടന്ന് കയറുന്നത് ഒരു നല്ല അനുഭവമാണ് എന്ന് അമ്പിളിച്ചേട്ടൻ പറയുന്നു. മനുഷ്യനെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ. അതിന് ഭക്തി ഒരു മറയാക്കുന്നു എന്ന് മാത്രം. മതങ്ങൾ പറഞ്ഞാലേ അനുസരിക്കൂ എന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു കേരളത്തിൽ. പിന്നീട് മതനിരാസമായി. ഇപ്പോൾ മതമെന്തിന് എന്ന തോന്നലിലെത്തി. ഇതിനിടയിൽ ഇതിനെയെല്ലാം മുതലെടുക്കാൻ മനുഷ്യ ദൈവങ്ങൾ വന്നു. ഒരു മനുഷ്യ ദൈവത്തിൻ്റെ അടുത്തും ഞാൻ പോകാറില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർ ദൈവങ്ങളായി മാറണ്ട, മനുഷ്യരായി ജീവിച്ചാൽ മതി എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. സന്തോഷ് ശിവൻ കലാകൗമുദിയിൽ പറഞ്ഞു, ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടൻ്റെ കൗതുകമാണ് ഇപ്പോഴും ജഗതിക്കുന്നത്. 1300 സിനിമകൾ പിന്നിട്ടിട്ടും ഈ ഊർജം എങ്ങനെ സൂക്ഷിക്കുന്നു എന്നായി ഷംസുദ്ദീൻ. ആദ്യം സന്തോഷ് ശിവൻ പറഞ്ഞ ആ കോംപ്ലിമെൻസിന് നന്ദി പറയുന്നു. എൻ്റെ അച്ഛനെ കണ്ട് പഠിച്ചതാണ് എൻ്റെ ജീവിതചര്യ. അദ്ദേഹം 6 മണി ആകുമ്പോഴേക്കും സ്ഥലം വിടും. ഉദ്യോഗം കഴിഞ്ഞാണ് മടക്കം. അപ്പോൾ 6 മണിക്കെങ്കിലും എഴുന്നേൽക്കാതെ അദ്ദേഹത്തിൻ്റെ ദിനചര്യ ഒരിക്കലും ശരിയാവാറില്ല. കാരണം എഴുത്തും കൂടി ഉള്ളതുകൊണ്ട്, ആളിൻ്റെ റെഡിയിലെ ജോലിക്കാരനാണെങ്കിലും ഒപ്പം എഴുത്തുമുള്ള ആളാണല്ലോ. ഇത് കണ്ട് ഞാനും ശീലിച്ചു. നേരത്തെ എഴുന്നേൽക്കുക ശീലമാക്കി. ലേറ്റായിട്ട് വന്നാലും നേരത്തെ തന്നെ ഉണരണം. എൻ്റേതായ കാര്യങ്ങൾക്ക് എനിക്ക് 1.5 മണിക്കൂർ വേണം. പ്രാർത്ഥന, ജപം, ചെറിയ വ്യായാമം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ചിട്ടകളുണ്ട്. ചിട്ട ആവശ്യമാണ് എല്ലാവർക്കും എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. അൺടൈമിലി അവറിന് ഉണരുക, ആഹാരം കഴിക്കുക, എല്ലാം എൻ്റെ ജോലിയുടെ ഭാഗമാണ്. കാരണം ഒരു സമയക്ലിപ്തത ഇല്ലല്ലോ, അതിനോട് പൊരുത്തപ്പെടണം. അച്ഛനിൽ നിന്നുമാണ് ഞാനത് പഠിച്ചത്. രാവിലെ തിയേറ്ററിലൊക്കെ പോയിട്ടാണ് അച്ഛൻ
ഓഫീസിൽ പോകുന്നത്. വൈകുന്നേരം വരുമ്പോഴും കലാനിലയം തിയേറ്ററിൽ കയറി റിഹേഴ്സലിനൊക്കെ മേൽനോട്ടം വഹിച്ചിട്ടാണ് വരാറ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ വരാനും ലേറ്റാകും. സ്വന്തം ജോലിയോട് മടി വിചാരിക്കുന്നത് ശരിയല്ല. അവനവൻ്റെ കർമ്മമാണ് അവനവൻ്റെ ഉപജീവന മാർഗം. അത് നിഷ്ഠയായിട്ട് പാലിക്കണം. അതിന് ശരീരശുദ്ധി, മനഃശുദ്ധി ഒക്കെ ആവശ്യമാണ്. സന്തോഷ് ശിവനോട് എനിക്ക് നന്ദിയുണ്ട്. അദ്ദേഹം മലയാളിയായിരിക്കെ തന്നെ ഹിന്ദി, തമിഴ്, തെലുങ്ക് നിരവധി ഭാഷകളിലെ നടന്മാരെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്നെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഉറുമിയിൽ വേഷം തന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഇറ്റ് ഈസ് എ റെയർ കോംപ്ലിമെൻറ്റ്. അങ്ങനെ എന്നെ സ്തുതിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു നേട്ടവും കിട്ടാനില്ല. ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ് എന്നാണ് സന്തോഷ് ശിവൻ്റെ ആ കമൻറ്റിന് മറുപടി പറഞ്ഞത്. താങ്കൾ അഭിനയം തുടങ്ങിയ കാലത്ത് നല്ല കാമ്പുള്ള സിനിമകളുണ്ടായിരുന്നു. നിരവധി സാഹിത്യ സൃഷ്ടികൾ സിനിമയായിട്ടുണ്ട്. ഇപ്പോൾ 90% അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇപ്പോൾ ജീവിതം കൂടുതൽ സങ്കീർണമാണ്. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾക്കുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നിട്ടും അതുണ്ടാവുന്നില്ലല്ലോ എന്നാണ് ഷംസുദ്ദീൻ ചോദിക്കുന്നത്. അമ്പിളിച്ചേട്ടൻ പറയുന്ന മറുപടി, മലയാള സിനിമ പ്രതിഭാ ദാരിദ്ര്യം വളരെയധികം അനുഭവിക്കുന്നു. വിരലിലെണ്ണാവുന്ന പ്രതിഭകളെ നമുക്കുള്ളൂ. ഒരുപാട് സംവിധായകരും എഴുത്തുകാരും ഉണ്ടെങ്കിലും പ്രതിഭകൾ വളരെ ചുരുക്കം. രഞ്ജിത്ത് യുവതലമുറയിലെ വളരെ ശ്രദ്ധേയനായ സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. ലോഹി ഉണ്ടായിരുന്നു, അദ്ദേഹം പോയല്ലോ, ഇപ്പം നമ്മോടൊപ്പം ഇല്ല. ഉറുമിയുടെ തിരക്കഥാകൃത്തായ ശങ്കർ രാമകൃഷ്ണനും വളരെ സാധ്യതയുള്ള ആളാണ്. ഫോട്ടോഗ്രാഫിയിൽ മലയാളത്തിൽ വിൻസെൻ്റ് മാഷിന് ശേഷം സന്തോഷ് ശിവൻ ചരിത്രം സൃഷ്ടിക്കുന്നു. പ്രതിഭകളുടെ അഭാവം മാത്രമല്ല പ്രശ്നം. പഴയ കാലത്ത് നിർമ്മാതാക്കൾ കമ്പോളത്തിലിറങ്ങിയിരുന്ന എല്ലാ കഥകളും പുസ്തകങ്ങളും വായിക്കുമായിരുന്നു. സേതുമാധവൻ, എം ഒ ജോസഫ് അങ്ങനെയുള്ളവർ. ഇപ്പോൾ വായനാശീലം കുറഞ്ഞിരിക്കുന്നു. വായിച്ചിരുന്നെങ്കിൽ പുതിയ കഥകളൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുമായിരുന്നു. അപ്പോൾ വായനാശീലം വളർത്തണം. അത് സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. നിർമ്മാതാക്കളും സംവിധായകരും കാലിക പ്രസക്തിയുള്ള കഥകൾ കണ്ടെത്തണം. മലയാള സിനിമയിൽ പുതിയ കഥകൾ കണ്ടെത്താൻ അങ്ങനെ കഴിയും. പിന്നെ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കണം. മറ്റു ഭാഷകളെ അപേക്ഷിച്ച് അവർക്ക് കടന്നു വരാൻ തടസ്സങ്ങൾ ഏറെ കാണുന്നു. നടൻ്റെ സപ്പോർട്ട് വേണം, നിർമ്മാതാവിൻ്റെ സപ്പോർട്ട് വേണം, സംവിധായകൻ്റെ സപ്പോർട്ട് വേണം. പിന്നെ ഏറാം മൂളികളെപ്പോലെ നിൽക്കാൻ ചില പ്രതിഭകൾക്ക് താല്പര്യം കാണില്ല. അവരെ ചെന്ന് കണ്ടുപിടിച്ച് അവരുടെ കൃതി ചലച്ചിത്രമാക്കേണ്ട ചുമതല കൂടി നിർമ്മാതാവിനുണ്ട്. മുൻപൊക്കെ കേശവദേവ്, ഉറൂബ്, MT, തകഴി, ബഷീർ ഇവരുടെയൊക്കെ പ്രസിദ്ധമായ കഥകൾ സിനിമയാക്കിയിട്ടുണ്ട്. അത് നിർമ്മാതാക്കൾ തിരിഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാണ്. ഒന്നുകിൽ ഇപ്പോൾ ഈടുറ്റ കൃതികൾ ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ നല്ല കഥകൾ തിരഞ്ഞു പിടിക്കാൻ നിർമ്മാതാവിന് കഴിയുന്നില്ല. നടനെ സംബന്ധിച്ച് ഏത് വേഷവും കെട്ടുക എന്നതാണ് എൻ്റെ പോളിസി. അമ്പിളിച്ചേട്ടനൊരു ചേരുതിരില്ലേ, വില്ലനെങ്കിൽ വില്ലൻ, തറയെങ്കിൽ തറ, ഏതും ചെയ്യുമല്ലോ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയാം. ഒരു വാടക സൈക്കിളാണ് ഞാൻ. അതാണ് അമ്പിളിച്ചേട്ടൻ പറയുന്ന ഉദാഹരണം. ബാലൻസ് ഉള്ളവർ ചവിട്ടിപ്പോവും, കാരണം വാടക സൈക്കിളല്ലേ. അപ്പോൾ സൈക്കിൾ നന്നായിട്ട് ചവിട്ടാനറിയാം. ബാലൻസ് ഉള്ളവനാണെങ്കിൽ അവൻ ചവിട്ടിപ്പോവും. ഇല്ലാത്തവൻ സൈക്കിൾ ഉൾപ്പെടെ താഴെ വീഴും. സൈക്കിളിൻ്റെ കുറ്റമല്ല അത്. അതിന് ബെല്ലുണ്ട്, ബ്രേക്കുണ്ട്, തുരുമ്പ് പിടിച്ചതൊന്നുമല്ല. പഴയ സൈക്കിളാണെങ്കിലും ഉപയോഗശൂന്യമല്ല അത്. എന്നെ സംബന്ധിച്ചിടത്തോളം വേഷങ്ങളുമായി വരുന്നവരോട് പറ്റില്ല എന്ന് പറയാൻ എൻ്റെ ജോലിയോടുള്ള അഭിനിവേശം സമ്മതിക്കുന്നില്ല. ആവേശം ഇപ്പോഴും തീർന്നിട്ടില്ല. അഭിനയത്തോട് ആവേശം ഉള്ളതിനാലാണ് എനർജി ഉണ്ടാകുന്നത്. കിട്ടുന്ന വേഷം അഭിനയിക്കുക എന്നതാണ് എൻ്റെ നയം. ചിത്രത്തിൻ്റെ വിജയവും പരാജയവും സംവിധായകനെ ആശ്രയിച്ചിരിക്കുന്നു. ഞങ്ങളെയൊക്കെ വേണ്ടും വണ്ണം ഉപയോഗിക്കണം. പറ്റിയ തിരക്കഥയായിരിക്കണം, അല്ലെങ്കിൽ ക്ഷണിക്കരുത്. ക്ഷണിച്ചാൽ ഞാൻ നോ പറയില്ല. കാരണം എൻ്റെ തൊഴിലാണല്ലോ അത്. പ്രസിദ്ധരായ നായകന്മാരോടും സംവിധായകരോടും ഒപ്പം മാത്രമേ പ്രവർത്തിക്കൂ എന്ന് നിർബന്ധമുള്ള നടന്മാർ ഇവിടെയുണ്ട്. എനിക്കറിയാം പലരെയും. നല്ല പേരുകേട്ട സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കൂ, നല്ല പേരുകേട്ട നായകന്മാരുടെ ഒപ്പമേ അഭിനയിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അമ്പിളിച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കലയും കൃഷ്ണദാസ് വിളിച്ചാലും അടൂർ ഗോപാലകൃഷ്ണൻ വിളിച്ചാലും
അമ്പിളിച്ചേട്ടന് ഒരുപോലെയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ നിർമ്മാതാവിനോ സംവിധായകനോ നായകനോ ആരെന്ന് നോക്കാറില്ല. അതുകൊണ്ടാണ് എന്നെ നിങ്ങൾ എല്ലാത്തരം സിനിമകളിലും കാണുന്നത്. കാണുന്ന ജനത്തെ സംബന്ധിച്ച് എൻ്റെ ഭാഗം ഭംഗിയായോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഒരു വലിയ വീട്, അതിൻ്റെ ടോയ്ലറ്റിൻ്റെ ചുമതല ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ആ ടോയ്ലറ്റ് വീടിൻ്റെ ഏത് ഭാഗത്ത് വരുന്നു എന്ന് നോക്കേണ്ടത് പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയറുടെ ചുമതലയാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സിനിമ, ഒരു തല്ലിപ്പൊളി സിനിമയാണോ മോശം സിനിമയാണെന്ന് എനിക്കറിയണ്ട, എനിക്ക് തന്ന ക്യാരക്ടർ ഞാൻ നന്നാക്കി ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ ഞാൻ നോക്കൂ എന്നുള്ളതിന് ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ടോയ്ലറ്റ് കെട്ടാൻ വന്നവരുടെ കഥ പറഞ്ഞത്. കഥാപാത്ര സ്വീകരണത്തിൽ സെലക്റ്റീവ് അല്ല എന്ന് താങ്കൾ തന്നെ പറയാറുണ്ട്. അതിനെ ന്യായീകരിക്കാനാണോ വാടക സൈക്കിൾ ഫിലോസഫി ഉണ്ടാക്കിയത് എന്നായി ഷംസുദ്ദീൻ. ഞാൻ പണ്ടും ഇന്നും സെലക്റ്റീവ് അല്ല, ശ്രമിക്കാറുണ്ട്, പക്ഷേ നടക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ആലോചിക്കുകയാണ് ഇത്രയും വാരിക്കോരി അഭിനയിക്കേണ്ട കാര്യം എന്താണെന്ന്. ചില സുഹൃത്തുക്കളും നിർമ്മാതാക്കളും നിർബന്ധിച്ച് കാശ് തരുമ്പോൾ എൻ്റെ മനസ്സ് പതറും. എന്നിട്ടും കഴിഞ്ഞ വർഷം ഉർമി പോലെയുള്ള നല്ല ചിത്രങ്ങളിലും അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആർക്കും വാടകയ്ക്കെടുക്കാവുന്ന സൈക്കിളാണ് ഞാൻ. ബാലൻസ് ഉള്ളവൻ ചവിട്ടിയാൽ ലക്ഷ്യത്തിലെത്തും, അല്ലാത്തവൻ മറിഞ്ഞു വീണ് അവൻ്റെ തന്നെ കാല് പൊട്ടും. വാടക സൈക്കിളിന് ഒരാളോടും തനിക്ക് വേണ്ട വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സൈക്കിൾ ഫിലോസഫി ഞാൻ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ചിലരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ സൈക്കിൾ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ശരി, ചവിട്ടാൻ അറിയാമോ എന്ന് ഞാൻ ചോദിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രാഫിക് നിയമങ്ങൾ ഒന്നും അറിയണ്ട, ഇടതുവശത്തു കൂടി പോയാലും വലതുവശത്തു കൂടി പോയാലും ശരി, അപകടം ഉറപ്പാണ്. കാരണം ഈ ചവിട്ടാൻ അറിയാത്തവൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പുതിയ നടന്മാർ ഇൻ്റർനെറ്റ് പോലുള്ള ആധുനിക വിവര സാങ്കേതിക വിദ്യകൾ നന്നായി ഉപയോഗപ്പെടുത്തുന്നു. സുരാജ് വെഞ്ഞാറമൂടെല്ലാം ഫേസ്ബുക്കിൽ സജീവമാണ്. ജഗതിക്ക് മൊബൈൽ ഫോൺ പോലും ഇല്ലല്ലോ എന്നായി ഷംസുദ്ദീൻ. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. കഥാപാത്രം കെട്ടിയാടുന്ന എനിക്ക് ചമയം മാത്രം മതി. നിങ്ങളുടെ പ്രതിഭ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. ആധുനിക സയൻസാണ് ഇതൊക്കെ. അതിന് പ്രത്യേക താല്പര്യം വേണം, പ്രാവീണ്യം വേണം. അതൊക്കെ കറക്റ്റായി കൊണ്ടുപോകാനൊക്കെ ആൾക്കാർ വേണം. എന്നെ സംബന്ധിച്ച് അതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. എന്നെ കാണണമെങ്കിൽ തിയേറ്ററിൽ പോകണം, അല്ല എങ്കിൽ ഏതെങ്കിലും CD എടുക്കണം, അതിലൂടെ എന്നെ അറിയുക. അവർക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും സങ്കല്പങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അല്ലാതെ ഫേസ്ബുക്കിൽ കയറി അതൊന്നും തിരുത്താൻ ശ്രമിക്കേണ്ട എന്ന് തോന്നുന്നു. സ്വന്തം ഫേസ്ബുക്കിൽ എന്തും എഴുതാമല്ലോ. അങ്ങനെ എന്തും എഴുതി പ്രേക്ഷകനെ ധരിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ എന്താണോ അങ്ങനെ ധരിച്ചാൽ മതി. തൻ്റെ പ്രകടനത്തിലൂടെയാണ് ഒരു നടൻ പ്രേക്ഷകൻ്റെ മനസ്സിൽ കയറി പറ്റേണ്ടത് എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. ഫേസ്ബുക്കിലൂടെയോ സ്വന്തമായി എഴുതി കൂട്ടിയ ആശയങ്ങൾ മുൻനിർത്തിയോ അല്ല. രാഷ്ട്രീയക്കാർക്ക് അതൊക്കെ ആവശ്യമായിരിക്കാം, അഭിനേതാവിന് അതിൻ്റെ ഒരാവശ്യവുമില്ല എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. നിലവിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട് എനിക്ക്. അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു വെബ്സൈറ്റ് ആവശ്യമാണ്. നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതിയല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അത് 2-3 മാസത്തിനകം എല്ലാ പുതിയ വിവരങ്ങളുമടക്കം അപ്ഡേറ്റ് ചെയ്യും. അതിലൂടെ കടന്നു പോയാൽ ഏതാണ്ട് 100% എൻ്റെ വിവരങ്ങൾ കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. യുവനടൻ മുതൽ ഒട്ടുമിക്ക താരങ്ങളും ഇവിടെ ഫാൻസ് അസോസിയേഷനുകളുണ്ട്. താങ്കൾക്ക് ലോകം മുഴുവനുള്ള മലയാളികൾ ഫാൻസായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫാൻസ് അസോസിയേഷൻ ഇല്ലാത്തത് എന്നായി ഷംസുദ്ദീൻ. ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ എന്നെ സമീപിച്ച ചിലരോട് ഞാൻ ചോദിച്ചു, എൻ്റെ അപദാനങ്ങൾ പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയണോ എന്ന് ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നെ ഇഷ്ടമാണെങ്കിൽ മനസ്സുകൊണ്ട് ആരാധിക്കൂ. നിങ്ങളുടെ ആരാധന നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, അതെൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കേണ്ട. തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്നവർക്ക് ഒരു ന്യൂസെൻസ് കൊണ്ടല്ല അത് ന്യൂസെൻസ് ആയിക്കൊണ്ടല്ല അത് പ്രകടിപ്പിക്കേണ്ടത്. കാരണം കാശ് കൊടുത്ത് സിനിമ കാണാൻ വരുന്ന കുടുംബങ്ങൾക്ക് സമാധാനമായി സിനിമ കാണാൻ കഴിയണം. സ്നേഹത്തിൻ്റെയോ ആദരവിൻ്റെയോ ഇഷ്ടത്തിൻ്റെയോ പേരിൽ, ഒരു നടൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല.
യുവാക്കളാണ് ഏറിയ പങ്കും ഫാൻസുകാർ. അവരുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചിലവാക്കരുത് എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. നിങ്ങൾക്കൊരു ജീവിതം വേണം. നടൻ്റെ പുറകെ വർഷങ്ങളോളം നടന്ന ശേഷം ജീവിതം കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ആരാധനയാകാം. PJ ആൻ്റണിയെ ഇഷ്ടപ്പെടുന്നു, യേശുദാസിനെ ഇഷ്ടപ്പെടുന്നു, അടൂർഭാസി ഇഷ്ടപ്പെടുന്നു, സത്യം മാഷിനെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ആരാധന തന്നെയാണ്. അതാകാം. ഇപ്പോഴത്തെ തലമുറ അവരുടെ പഴയ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് അമ്പിളിച്ചേട്ടൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ളൊരു ആരാധന ആവാം എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. രാഷ്ട്രീയക്കാർ അണികളെ സൃഷ്ടിക്കുന്നത് പോലെ ആയിരിക്കുന്നു ഇപ്പോൾ ഫാൻസ് അസോസിയേഷനുകൾ. നിങ്ങളുടെ സർഗപ്രതിഭയിലൂടെ ആകട്ടെ നിങ്ങളുടെ നിലനിൽപ്പ്. കയ്യടി നിർബന്ധിച്ച് വാങ്ങുന്നത് എന്തിനാണ്? അത് കിട്ടാനുള്ളതാണ്. നിങ്ങൾ മോശമായി പ്രകടനം നടത്തുന്നുവെങ്കിൽ പ്രേക്ഷകൻ കൂവട്ടെ. അത് കഴിഞ്ഞാൽ അടുത്തത് നല്ല പ്രകടനമാണെങ്കിൽ കയ്യടിക്കുന്നുണ്ടാവുമല്ലോ. പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും സ്വയം തോന്നി അവർ തരുന്ന കയ്യടിയാണ് എനിക്ക് വിലപ്പെട്ടത്. ഇവിടെ തിയേറ്ററിൽ ഈ റിവ്യൂ നടത്തുന്നവന്മാരെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അങ്ങനെ വിവാദം ഉണ്ടാക്കുന്ന സിനിമാക്കാർ ആവശ്യം കേൾക്കേണ്ട കാര്യമാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും സ്വയം തോന്നി അവർ തരുന്ന കയ്യടിയാണ് എനിക്ക് വിലപ്പെട്ടത്. 5 500 ആകട്ടെ, അവർ സ്വന്തമായി ആസ്വദിച്ചിട്ടാണല്ലോ, ഞാൻ നിർബന്ധിച്ചിട്ട് അല്ലല്ലോ. MGR ആണ് ഫാൻസ് അസോസിയേഷൻ സെറ്റപ്പ് തുടങ്ങി വച്ചത്. അതൊരു പുതിയ അറിവാണ്. ഭാവിയിൽ രാഷ്ട്രീയ പ്രവേശനം നടത്താൻ ഉദ്ദേശമുള്ളതിനാൽ അണികൾ ആവശ്യമെന്ന് MGRന് തോന്നിയിട്ടാകാം. പക്ഷേ നടനെ സംബന്ധിച്ചിടത്തോളം അതാവശ്യമില്ല. പിന്നെ അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു. നല്ല കാര്യം. എങ്കിലും ഞാൻ ചോദിക്കുന്നു, എന്തെങ്കിലും നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഫാൻസ് അസോസിയേഷൻ്റെ പേരെന്തിന് എന്നാണ് അമ്പിളിച്ചേട്ടൻ ചോദിക്കുന്നത്. താങ്കൾ ഉദ്ഘാടനങ്ങൾക്ക് പ്രതിഫലം വാങ്ങാറില്ല എന്ന് കേട്ടിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ആ തുക കൊടുക്കാൻ ഉപദേശിക്കുകയാണോ പതിവ് എന്നായി ഷംസുദ്ദീൻ. ശരിയാണ്, നമുക്ക് വിശ്വാസയോഗ്യമായ ചില സ്ഥാപനങ്ങളിൽ അത് കൊടുക്കാൻ പറയും. തിരുവനന്തപുരത്ത് ശ്രീ ചിത്ര പൂവർ ഹോം പോലെ. പക്ഷേ എനിക്ക് ബോധ്യപ്പെടണം, ഇതിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് സംഘങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് അമ്പിളിച്ചേട്ടൻ പറയുന്നത്. നാളെ നമ്മളെ ക്ഷണിക്കുന്ന എല്ലാ പേരും ജോസ്കോയും അലുക്കാസും ആകണമെന്നില്ല. വളരെ സാധാരണക്കാരായിരിക്കും ചിലപ്പോൾ ക്ഷണിക്കുന്നത്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് മിക്കവാറും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തുവെന്ന് എന്നെ വിളിച്ചോ രേഖപ്പെടുത്തി കാണിച്ചാലോ ഞാൻ പോകും. ഉദ്ഘാടനം ചെയ്യലല്ല എൻ്റെ തൊഴിലിന് ഞാൻ കാശ് ചോദിച്ച് മേടിക്കാറുണ്ട്. തൊഴിലിൽ ഈ പറഞ്ഞതുപോലെ പല വിട്ടുവീഴ്ചകളും ഞാൻ ചെയ്യാറുണ്ട്. സാമ്പത്തികമായി തറപറ്റിയ നിർമ്മാതാവിന് കൺസെഷൻ കൊടുക്കാറുണ്ട് ഞാൻ എന്നും അമ്പിളിച്ചേട്ടൻ പറയുന്നു. ഇവിടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് വഞ്ചിപ്പൂർ ഫണ്ട് എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ ഒരു അനാഥ മന്ദിരമുണ്ട്. വളരെ കാര്യമായിട്ട് നടത്തുന്ന 100 കണക്കിന് കുട്ടികൾ, പല പ്രായത്തിലുള്ള കുട്ടികൾ വളരുന്ന അനാഥ മന്ദിരം. ഞാൻ ഈ അടുത്ത കാലത്തൊരു സംസ്കൃത സ്കൂളിൽ പഠനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിപക്ഷം പേരും ശ്രീ ചിത്ര ഹോമിൽ നിന്ന് വരുന്നവരാണെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. അപ്പോൾ അമ്പിളിച്ചേട്ടനെ നമ്മളൊരു ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അമ്പിളിച്ചേട്ടൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്താണ് ഉദ്ഘാടനമെങ്കിൽ വഞ്ചിപ്പൂർ ഫണ്ടിൽ കൊണ്ടുവന്ന് ഒരു 10,000 രൂപ അടയ്ക്കണം. 10,000 രൂപ അടച്ചിട്ട് ആ രസീത് കൊണ്ടുവന്ന് കാണിച്ചാൽ അമ്പിളിച്ചേട്ടൻ തിരുവനന്തപുരത്ത് അവൈലബിളായ ഒരു ഡേറ്റിലാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് പോയി ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ എത്രയോ രൂപ ആ അനാഥാലയത്തിന് വഞ്ചിപ്പൂർ ഫണ്ടിന് കളക്ട് ചെയ്ത് കൊടുത്ത ആളാണ് അമ്പിളിച്ചേട്ടൻ. അതുപോലെ ഓരോ ജില്ലയിലും അർഹതപ്പെട്ടവർക്ക്, എനിക്കിപ്പോൾ തോന്നുന്നത്, ഇപ്പോൾ അമ്പിളിച്ചേട്ടൻ ആക്റ്റീവ് ആയിരുന്നുവെങ്കിൽ പത്തനാപുരത്തെ ഗാന്ധി ഭവന് എൻ്റെ കെയർ ഓഫ് അമ്പിളിച്ചേട്ടൻ വഴി എത്ര ലക്ഷം രൂപ കിട്ടിയെന്നെ. കാരണം ഒരു ഉദ്ഘാടനത്തിനും അമ്പിളിച്ചേട്ടൻ 10 പൈസ കയ്യിൽ വാങ്ങിക്കില്ല. അത് ഇതുപോലുള്ള ചാരിറ്റി ചെയ്യലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ മനുഷ്യനെ ഇങ്ങനെ വിധി വീട്ടിലിരുത്തി കളഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വിധിയെ ശപിക്കാനേ തോന്നുള്ളൂ. എന്തായാലും രസകരമായ അഭിമുഖമാണ് അമ്പിളിച്ചേട്ടൻ നടത്തിയത്. അമ്പിളിച്ചേട്ടനും മല്ലിക ചേച്ചിയുമായുള്ള വിവാഹ ബന്ധം തുടങ്ങിയത്, വിവാഹബന്ധം തകർന്നത്, അങ്ങനെ എന്തെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ അതെല്ലാം പറയുന്ന ഇതിൻ്റെ പ്രധാനപ്പെട്ട കൃത്യമായിട്ടുള്ള ബാക്കി ഭാഗം ബുധനാഴ്ച 2ാം ഭാഗത്തിൽ ഞാൻ പറയാം. ഈ 1ാം ഭാഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജഗദീഷ് ശിവകുമാർ ആര് എന്നുള്ള ഒരു ചിത്രം ലഭിച്ചിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. 2ാം ഭാഗം
വളരെ കൃത്യമായിട്ട് ബുധനാഴ്ച കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.